ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിച്ചും പഠിച്ചും വരുന്ന വിഷയം ആസിയയിലെ 7 സഭകൾ എന്നുള്ളതാണ്. ആസിയയിലെ 7 സഭകൾ. ഈ ആസിയയിലെ 7 സഭകൾ എഫേസോസ് സഭ, സ്മുർന സഭ, പെർഗമ സഭ, ത്വയ്തൈര സഭ, സർദീസ് സഭ, ഫിലദൽഫിയ സഭ, ലവോദിക്ക സഭ. ഈ ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂത് എക്കാലത്തുമുള്ള എല്ലാ ദൈവമക്കൾക്കും ഉള്ളതാണ്. എക്കാലത്തും ഇന്ന് ജീവിക്കുന്ന നമുക്കും അത് പ്രസക്തമാണ്, സംഗതമാണ്. നമ്മെയും അത് ബാധിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലും അത് ആ ഓരോ സഭയ്ക്കുള്ള ദൂതിലുള്ളതായ ആശയങ്ങളും സന്ദേശങ്ങളും എനിക്ക് എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ റെലവൻ്റാണ്, എൻ്റെ ജീവിതത്തിൽ പ്രസക്തമാണ് എന്ന് നാം ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്താണ് എന്ന് പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ പഠിച്ചല്ലോ, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നമ്മളെല്ലാവർക്കും ചിന്തിക്കാൻ വക തരുന്നതാണ്. എന്നെ വാസ്തവത്തിൽ സുവിശേഷ രംഗത്ത് ശരിയായിട്ട് ഉറപ്പിച്ചത് ആ വാക്യമാണ്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു ആ വാക്യം. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, 17-ാമത്തെ വയസ്സിൽ മനസ്സാന്തരപ്പെട്ടു. 36-ാമത്തെ വയസ്സിലാണ് ഈ ഭാഗം വായിച്ച് ഞാൻ ഞെട്ടിയത്. 19 കൊല്ലം ശരിക്കും ഞാൻ സുവിശേഷവേല ചെയ്തു. ശരിക്കും ഞാൻ എൻ്റെ ജോലിയോടൊപ്പം തന്നെ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ദൈവസ്നേഹം പോയി എന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ആദ്യ സ്നേഹം വിട്ടു പോയി എന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, അന്നൊക്കെ ഇന്നത്തെ പോലെയല്ല, അന്ന് എല്ലാ പള്ളികളിലും സ്വീകരണമുണ്ട്, വലിയ സ്വാഗതമാണ്, എല്ലാ കൺവെൻഷനും വിളിക്കുന്നു, പോകുന്നു, ബോഡിയാണെന്ന് പ്രസംഗിച്ചു, വളരെ വളരെ വിശ്രമരഹിതമായി പ്രവർത്തിച്ചു. പക്ഷേ ഈ ആദ്യ സ്നേഹം വെറ്റിക്കൊണ്ടിരുന്നത് ഞാൻ അറിഞ്ഞില്ല, അത് ഗ്രഹിച്ചില്ല. അത് 36-ാമത്തെ വയസ്സിലാണ് ആ വചനം എന്നെ തൊട്ടത്. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആകയാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. സഭയോടാണ് പറയുന്നത് നീ മാനസാന്തരപ്പെടാൻ. മാനസാന്തരപ്പെട്ട വ്യക്തിയോടാണ് പറയുന്നത് നീ മാനസാന്തരപ്പെടുക എന്ന്. മാനസാന്തരപ്പെട്ടവരോട് ദൈവം പറയുകയാണ് നീ മാനസാന്തരപ്പെടുക എന്ന്. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കണം. എവിടെയാണ് നീ വീഴ്ച പറ്റിയതെന്ന് നീ ഗ്രഹിക്കണം. എന്നിട്ട് നീ മാനസാന്തരപ്പെടണം. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആദ്യം അന്നുണ്ടായിരുന്ന ആ സ്നേഹം, ആദ്യ സ്നേഹം, ആ ആദിമ സ്നേഹത്തിൻ്റെ മധുരമയിലേക്ക്, ആദ്യ സ്നേഹത്തിൻ്റെ മാധുര്യത്തിലേക്ക്, ആദ്യ സ്നേഹത്തിൻ്റെ ശക്തിയിലേക്ക്, അതിൻ്റെ ഊഷ്മളതയിലേക്ക് മടങ്ങി വരാൻ കർത്താവ് പറയുന്നു. നീ ചെയ്തില്ലെങ്കിൽ നിൻ്റെ വിളക്ക് കെട്ടുപോകുമെന്ന് മാത്രമല്ല, വിളക്കിനെ ആ സ്റ്റാൻഡിൽ നിന്ന് വിളക്ക് മാറ്റിപ്പോയി പോലും ചെയ്യും. വിളക്കിൻ്റെ സ്റ്റാൻഡ് അവിടെ ഇരിക്കും, വിളക്ക് അവിടെ ഇരിക്കില്ല, വിളക്ക് പോലും മാറ്റിക്കളയും. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണത്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവർത്തിക്കുക. അല്ലഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നീക്കുകയും ചെയ്യും, അതിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മാറ്റുകയും ചെയ്യും. ഇങ്ങനെ ഓരോ സഭയെക്കുറിച്ച് നാം പഠിച്ചു വന്നപ്പോൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി വളരെ വ്യക്തമായി നമ്മുടെ അനുഭവമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ലവോദിക്ക സഭയ്ക്കുള്ള ദൂതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പറഞ്ഞാലും തീരാത്തതാണത്. കാരണം ഇന്നത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ശരിയായൊരു പിക്ചർ, ശരിയായൊരു ചിത്രം ആ ലവോദിക്ക സഭയ്ക്കുള്ള ദൂതിൽ നിന്ന് കിട്ടും. മന്ദോഷ്ണവാനാണ്, ശീതോഷ്ണവാനാണ്, തീരെ തണുത്തു പോയിട്ടില്ല, നല്ല ചൂടായിട്ടുമില്ല, ഇളം ചൂട്. ഈ ഒരു ശരിയായ ചൂടുണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ ആ ചൂടില്ല. അതിൽ തണുത്തു പോയോ എന്നാൽ രക്ഷപ്പെടാം. പക്ഷേ ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ഒരു സംതൃപ്തി അകത്ത് കിടക്കും, ഒരു സംതൃപ്തി, ആത്മീയമായൊരു സംതൃപ്തി. ഞാനിതാണ്ട് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, എനിക്ക് വചന ശുശ്രൂഷയൊക്കെ ഉണ്ട്, നല്ല കൂട്ടായ്മയുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയുണ്ട്, അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ, വില കൊള്ളാം എന്നുള്ള ഒരു ധാരണ നമുക്ക് കിടക്കും. അങ്ങനെയുള്ളൊരു മനസ്സന്തപ്പെടാൻ പ്രയാസമാണ്, അങ്ങനെയുള്ളൊരു രക്ഷപ്പെടാൻ പ്രയാസമാണ്. നേരെ മറിച്ച് ഞാനങ്ങ് തകർന്നു പോയി, ഞാൻ ഒന്നുമില്ലാത്തവനാണ്, ആത്മീയമായി ഞാൻ തീർത്തും അവശനാണ്,
ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഒരാൾ തിരിച്ചറിഞ്ഞാൽ അവന് മാനസാന്തരപ്പെടാൻ സാധിക്കും. പക്ഷേ ഞാൻ ഏതാണ്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, കൂട്ടായ്മയുണ്ട്, വചനശുശ്രൂഷയുണ്ട്, പ്രാർത്ഥനയുണ്ട്, നമസ്കാരമുണ്ട്, പള്ളിയുണ്ട്, ആരാധനയുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്, കുഴപ്പമില്ല. ഇങ്ങനെയുള്ള ആ അവസ്ഥയിൽ നിൽക്കുന്നവർക്കാണ് മാനസാന്തരപ്പെടാൻ പ്രയാസം. അതുകൊണ്ട് ഈ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഒന്നുകിൽ തണുത്തുറഞ്ഞവനാകുക, അല്ലെങ്കിൽ നീ നല്ല ചൂടുള്ളവനായി തീരുക. ചൂടുള്ളവനായി തീർന്നാൽ മതി, നല്ലതാണ്. അല്ല, തണുത്തുറഞ്ഞവനാണെങ്കിലും നിനക്ക് തിരിയാൻ സാധിക്കും. പക്ഷേ ഈ ഇടയ്ക്കുള്ള അവസ്ഥ അത് ഭയാനകമാണ്. ഞാൻ സ്നേഹത്തോടെ കൊണ്ട് ഉപദേശിക്കട്ടെ, നമ്മിൽ പലരും ഇന്ന് ശീതോഷ്ണവാന്മാരാണ്. വചനം കേൾക്കാൻ വരും നിങ്ങളെല്ലാവരും, നല്ലത്. നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നുമുണ്ട്, അത് നല്ലത്. നിങ്ങളൊരു ചിട്ടപ്പെട്ട ജീവിതം നയിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നല്ലത്. പ്രാർത്ഥനാ ജീവിതമുണ്ട്, സ്തുതിയുണ്ട്, കൂട്ടായ്മയുള്ള ഇഷ്ടമാണ്, വചനശുശ്രൂഷ ഇഷ്ടമാണ്. ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അനുസരിക്കും. അത് നമ്മുടെ കൂട്ടായ്മയ്ക്കുള്ളൊരു പ്രത്യേകതയാണ്. പല കാര്യങ്ങളിലും നമുക്ക് ചില മേന്മകളുണ്ട്, തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ ഇതെല്ലാത്തിൻ്റെ അടിത്തറയിൽ എന്താണ് വേണ്ടത്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ് വേണ്ടത്? അടിസ്ഥാനം ക്രിസ്തു എന്നുള്ളത് മാത്രമായിരിക്കണം. ഒരു കൂട്ടായ്മയല്ല, ഏതെങ്കിലും ദൈവമക്കളല്ല, യേശുക്രിസ്തു എന്ന് മാത്രം. ക്രിസ്തുവിൻ്റെ മഹത്വത്തിനായി വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവന് മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. നോക്കൂ, എന്ത് ചെയ്താലും യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ആ ഒരു ഗതം, ആ ഒരു മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ നിറവുമായിരിക്കണം. നിറഞ്ഞ ആത്മാവിൻ്റെ ശക്തിയായിരിക്കണം നമ്മളെ നയിച്ചുകൊണ്ട് പോകേണ്ടത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇന്ന് അനേകർക്കും ഒരു ലാഘവം, ഒരു കംപ്ലേസൻസ്, ഒരു അലസമനോഭാവം വന്നിട്ടുണ്ട്. അലസമനോഭാവം ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പഴുതിൽ കൂടി തന്നെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ ശ്രേണിയിൽ കൂടി കറങ്ങാൻ മനസ്സാകുന്നില്ല. മനസ്സിലാകുമോ? ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നിലവാരത്തിൽ നിന്ന് മാറാൻ താല്പര്യമില്ല. ഒരു രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊന്ന് വ്യത്യസ്തമായി കറങ്ങാൻ സാധ്യമല്ല, മനസ്സില്ല. വാസ്തവത്തിൽ വേണ്ടത് ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കണം. ഓരോ ദിവസവും, അതാണ് വിശ്വാസിയുടെ ലക്ഷണം. ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കണം. ഓരോ ദിവസവും ഓരോ സംഭവത്തിൽ കൂടെയും എനിക്കെന്താണ് പഠിക്കാനുള്ളത്, എനിക്കെന്താണ് തിരുത്താനുള്ളത്, നമ്മെ തന്നെ ശോധന ചെയ്യണം. എനിക്കെന്തോ തിരുത്താനുണ്ടല്ലോ, എനിക്കെന്തോ ഇനി മാറാനുണ്ടല്ലോ. ഈ ഒരു എളിമ നമുക്ക് വരണം, ആ ഒരു താഴ്മ നമുക്ക് വരണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചാൽ അഹങ്കരിക്കാനൊന്നുമില്ല, അഭിമാനിക്കാനൊന്നുമില്ല. നമുക്ക് ആകെയുള്ള അഭിമാന വിഷയം യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുള്ളത് മാത്രമാണ്. അതാണ് നമ്മുടെ അഭിമാനം. അതാണ് നമുക്ക് ആകെ ആശ്രയിക്കാനുള്ളത്. ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. നിത്യനായ ക്രിസ്തു കാലങ്ങൾ മാറിയാലും യുഗങ്ങൾ മാറിയാലും മാറിപ്പോകാത്തനായ ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതായ ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മുടെ അഭിമാനം. അത് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രശംസിക്കാനുള്ളൂ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാ ലോകം എനിക്കും, ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു ഗൗരവമേറിയ ആത്മീയ സത്യത്തിലേക്കും സമർപ്പണത്തിലേക്കും നാം ദിവസേന വരേണ്ടതാണ്. ഒറ്റ ദിവസം കൊണ്ട് തീർന്നു പോവുകയല്ല. ഒരിക്കലും സമർപ്പിച്ചു, ശരിയാണ്, പക്ഷേ അത് പോയിട്ട് തീർന്നില്ല. നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസവും. അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നല്ലോ. ഇവിടെയുള്ള പ്രായമുള്ളവർക്കറിയാം, 1973 ഈ ആത്മീയ ഉണർവ് വന്ന കാലങ്ങളിൽ എന്നും ആത്മാവിനെക്കുറിച്ചുള്ള എരിവോടെ പ്രാർത്ഥിക്കുകയും കരുതുകയും അനുദപിക്കുകയും പശ്ചാത്തപിക്കുകയും കരയുകയും ചെയ്തുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. അന്ന് ദൈവമക്കൾ കണ്ണെപ്പോഴും നിറഞ്ഞിരുന്നു, എപ്പോഴും കണ്ണ് നിറഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. എപ്പോഴെങ്കിലും ഒരു ദൈവവേദനെ കാണുമ്പോഴേക്കും പെട്ടെന്ന് ഉള്ളിൽ കിടുങ്ങിക്കൊടുക്കും, മനസ്സിൽ ഈ കരച്ചിൽ വന്നു കഴിയും. എങ്ങനെ കരയുന്നത്? ദുഃഖം കൊണ്ടുള്ള കരച്ചിലല്ല, ആനന്ദത്തിൻ്റെ കരച്ചിൽ, വലിയൊരു ആത്മീയ നിർവൃതിയുടെ കരച്ചിൽ. അതെല്ലാം ഇന്ന് പോയി ആ സ്വത്തെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കുണ്ടായിരുന്ന വലിയൊരു സ്വത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്തുണ്ടായിരുന്ന ആത്മാവിൻ്റെ ആ ശക്തി നഷ്ടപ്പെട്ടു വരിക്കുന്നു.
അങ്ങനെയുള്ള അവസ്ഥ നാം ഗ്രഹിക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഗ്രഹിച്ചാൽ നമുക്ക് തിരിയാം. ഇതാണ് എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ. ഇതാണ് ഇന്ന് നനച്ചിരിയാതെ മരണം നേരിടുന്നു. ഇന്ന് നനച്ചിരിയാതെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നു. ഇങ്ങനെ വന്നാൽ, അങ്ങനെ ഒരു സംഭവം നടന്നാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങളിത് ഗൗരവമായിട്ട് ചിന്തിക്കണം. ഓരോ ദിവസവും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ 2016 അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വലിയ രോഗവും പ്രയാസമൊക്കെ ആയിട്ട് കഴിഞ്ഞ് അസുഖം മാറി എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ ആയുസ് അവിടെ തീർന്നു, എൻ്റെ ഭൗതികമായ ആയുസ് അവിടെ തീർന്നു. ഇനി പിന്നെ തരുന്നത് കർത്താവ് എനിക്ക് കടം തന്ന കുറച്ച് ദിവസങ്ങൾ. എനിക്ക് കർത്താവ് നിശ്ചയിച്ച ആയുസ് അവിടെ 2016 തീർന്നു. പിന്നെയുള്ളതെല്ലാം എനിക്ക് കർത്താവ് കടമായിട്ട് തന്നിരിക്കുന്ന കുറേ ദിവസങ്ങൾ. എന്തിനാണ്? കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി. അതിനൊഴികെ വേറെ ഒന്നിനും വേണ്ടി എൻ്റെ ആയുസിൻ്റെ ഒരു സെക്കൻഡ് പോലും ചെലവഴിക്കാൻ പാടില്ല. എന്നോട് തന്നെ ഞാൻ നിർബന്ധിച്ചതാണ്. എന്നോട് നിർബന്ധിച്ച കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, ഇന്ന് യേശുക്രിസ്തു വീണ്ടും വരുന്നുവെങ്കിൽ, വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ കൂടെ ഞാനും ഉണ്ടാകുമോ? ഇന്ന് മരണം എന്നെ ഒന്ന് സന്ധിക്കുന്നുവെങ്കിൽ, ഞാൻ മരിക്കുന്നുവെങ്കിൽ, കർത്താവെ, നിത്യകൂടാരത്തിലേക്ക്, നിത്യപരിശുദ്ധമായ സ്വർഗ്ഗസ്ഥാനത്തേക്ക് എത്താൻ ഞാൻ വാസ്തവത്തിൽ എനിക്ക് യോഗ്യത കിട്ടിയോ? മറ്റെല്ലാം മറക്കൂ. നിങ്ങൾ ഏത് സഭയിലുള്ളവരാണെന്ന് മറക്കൂ, ഏത് സമുദായത്തിലുള്ളവരാണെന്നുള്ളത് അത് മറക്കൂ. അതൊന്നുമല്ല വിഷയം. പ്രത്യേകിച്ച് എടുത്ത് വീണ്ടും പറയുകയാണ്, സഭയൊന്നും മറന്നില്ല, യാതൊരു അർത്ഥവുമില്ല. സഭയെല്ലാം നല്ലതാണ്, സഭയുടെ ഉപദേശങ്ങളെല്ലാം നല്ലതാണ്, എല്ലാ സഭയുടെയും. ചില അല്പസ്വല്പ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും സാരമാക്കാനില്ല. സഭകളെല്ലാം നല്ല ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ടത്. പക്ഷേ ആ സഭയുടെ കേന്ദ്രത്തിലുള്ള ക്രിസ്തു മാറിപ്പോയാൽ പിന്നെ നാം എന്ത് ചെയ്യും? അതുകൊണ്ട് നാം സഭകളിലേക്കല്ല നോക്കേണ്ടത്, നാം ക്രിസ്തുവിലേക്ക് നോക്കണം. ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം പോകാൻ. ലവോദിക്ക സഭയ്ക്ക് പറ്റിയ തെറ്റ്, അബദ്ധം, അവർ ശീതോഷ്ണാവസ്ഥയിലായിപ്പോയി. അവർക്കത് മനസ്സിലായില്ല. അതാണ് അവർ പറയുന്നത്. എന്താണ്? വായിച്ചോ, വെളിപ്പാട് പുസ്തകം 3:17 മുതൽ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ധനവാൻ എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ലവോദിക്ക സഭ ആത്മീയമായിട്ട് നല്ല പുഷ്ടിയാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. പ്രകടമായ പാവത്തിനൊന്നും പോകുന്നില്ലല്ലോ. അങ്ങനെയുണ്ട്, പ്രകടമായ പാവത്തിനൊന്നും പോകുന്നില്ലല്ലോ. പുറമേ പാവം എന്ന് പറയുന്ന ഒന്നിനും വീഴുന്നില്ല. ഞാൻ ധനവാൻ, എനിക്ക് വേദപുസ്തകം അറിയാം, വേദപുസ്തകത്തിലെ കാര്യങ്ങളറിയാം. ഒരാൾക്ക് എന്തെങ്കിലും ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനും എനിക്ക് സാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ പലരുടെയും ധാരണ ഉണ്ട്. നിങ്ങൾ പലരും വിചാരിച്ചാലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. കാരണം അറിവുണ്ട്. ഇത്രയും നാൾ ഈ കൂട്ടായ്മയിൽ വന്ന ദൈവമക്കൾക്ക് കിട്ടിയ ഒരു ഗുണം അതാണ്. ധാരാളം അറിവ് കിട്ടി. അറിവ് ധാരാളമുണ്ട്. പക്ഷേ അനുഭവമില്ല എന്നിട്ട് മനസ്സിലാക്കുന്നില്ല. ഞാൻ ധനവാൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്നീ പറയുന്നു. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനെന്നും അരിഷ്ടനെന്നും ദരിദ്രനെന്നും കുരുടനെന്നും നഗ്നനെന്നും നീ അറിയാതിരിക്കുന്നു. നിൻ്റെ അവസ്ഥ നീ അറിയുന്നില്ല, നിൻ്റെ അവസ്ഥ നീ അറിയാതിരിക്കുന്നു. ഇന്ന് സഭകളെല്ലാം, എവിടെയെല്ലാം പ്രാദേശിക സഭകളുണ്ടോ, ഏതെല്ലാം സഭകളുണ്ടോ, എല്ലാ സഭകളും ഇന്ന് വീണ്ടിരിക്കുന്ന വലിയ കെടുതിയാണിത്. ഞങ്ങൾക്ക് കുർബാനയുണ്ട്, ഞങ്ങൾക്ക് നല്ല മനോഹരമായ കീർത്തനങ്ങളുണ്ട്, നല്ല ഗീതങ്ങളുണ്ട്, നല്ല ശുശ്രൂഷകളുണ്ട്, അതിമനോഹരമായ എബ്രായ കീർത്തനങ്ങൾ പോലെ സുന്ദരമായ സുറിയാനി ഗീതങ്ങളുണ്ട്. ഞങ്ങൾക്കൊന്നിനും കുഴപ്പമില്ല. പരിശുദ്ധന്മാരുണ്ട്, കബറിടങ്ങളുണ്ട്, നല്ല ഒന്നും കൂടി ഒടിമരങ്ങളുണ്ട്, നല്ല ഉത്തുംഗ ശൃംഗങ്ങൾ പോലുള്ളതായ മനോഹരമായ കുരിശുതൊട്ടികളുണ്ട്. നല്ല എന്തിനാ കുറവുള്ളത്? സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. എന്തിനാ കുറവ്? ഇത് നോക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അടിയിൽ ഹോസ്പിറ്റലിൽ എന്തിനാ? സാധുവിന് സംരക്ഷണം, പാവങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കാൻ, സ്കൂളുകൾ എന്തിനാ? കുട്ടികൾ പഠിക്കാൻ, എല്ലാം ഉപകാരപ്രദമായ കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് കാതലായതിനെ വിട്ടുകളഞ്ഞിരിക്കുന്നുള്ള കാര്യം പലരും അറിയുന്നില്ല. കാതലായൊരു കാര്യമുണ്ട്. കാതലായത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ വിട്ടുകളഞ്ഞിരിക്കുന്നു.
അത് അറിയുന്നില്ല. അനേകം ആളുകൾ ഒരുപക്ഷെ നമ്മൾ പല അങ്ങനെയല്ലായിരിക്കും, തീർത്ഥയാത്രകൾക്ക് പോയി അതിൽ സന്തോഷം കണ്ടെത്തും. നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക സമാധാനം. നടന്നു പോകുമ്പോൾ തീർത്ഥയാത്രയ്ക്ക് പോകുന്നു, തീർത്ഥയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മദ്യഷാപ്പിൽ കയറുന്നൊന്നും ഒരു വിഷയമല്ല. എന്ത് തീർത്ഥയാത്ര? അപ്പോൾ ഇന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്ധരായി പോവുകയാണ് ജനം. പാപം വരുന്നറിയാതെ പോവുകയാണ്. പരസ്പര ഈർഷ്യ, വഴക്ക്, ഇഷ്ടക്കുറവ്, മുഷിച്ചിൽ, ചെറിയ കാര്യങ്ങൾക്ക് പോലും അഭിപ്രായ വ്യത്യാസം, ഇങ്ങനെയെല്ലാം അനേകം ദുരിതങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ഈ ദുരിതങ്ങളുടെ എല്ലാം കാരണം? ക്രിസ്തുവിനെ വിട്ടുപോയി. നിങ്ങളിന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ഓരോരുത്തർ ചിന്തിക്കൂ, നിങ്ങളുടെ ഹൃദയത്തിൽ വാസ്തവമായ സമാധാനമുണ്ടോ? കുടുംബത്തിൽ ഐക്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമായിട്ടാണോ ഇരിക്കുന്നത്? ഭാഗ്യവശാൽ അനേകം പേർക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, പക്ഷേ നല്ലത് അല്ല. നേരെ മറിച്ച് ചിന്തിക്കൂ, ഒരഭിപ്രായ ഐക്യമാണോ? പൂർണ്ണ അഭിപ്രായ ഐക്യമാണോ? മാതാപിതാക്കളും മക്കളും തമ്മിൽ പൂർണ്ണമായ ഐക്യമാണോ? ഹൃദയത്തെ നീറ്റുന്ന പ്രശ്നങ്ങളില്ല ഇപ്പോഴും? മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഇല്ല ജീവിതത്തിൽ? പ്രിയപ്പെട്ടവർ, ഇതിൽ നിന്നെല്ലാം രക്ഷ നേടിയേ പറ്റൂ. ഇല്ലെങ്കിൽ എന്നാൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. ദൈവരാജ്യത്തിൽ ചെല്ലണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ദൈവരാജ്യത്തിലെത്തണം. ലവോദിക്ക സഭയ്ക്ക് പറ്റിയ കേട് അവരുടെ അവസ്ഥ അവരറിയുന്നില്ല. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് നീ പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്നും, നിന്നെ നഗ്നതലച്ച വെളിവാകാതെ ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതാൻ ലേവവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമമുഹൂർത്തപ്പെടട്ടെ. നീ നഗ്നനാണെന്ന് നീ അറിയണം. നീ എന്നോട് വെള്ളയുടുപ്പ് നീ എന്നോട് വിലയ്ക്ക് വാങ്ങണം. നഗ്നനാണെന്ന് നീ അറിയണം. എത്ര ലജ്ജാകരമാണ് നഗ്നനായി ഒരു നിൽക്കുക എന്ന് പറഞ്ഞാൽ. പൂർണ്ണ നഗ്നനായി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ വയ്യ, നമുക്ക് ഓർക്കാൻ വയ്യ. ഞാൻ നഗ്നനാണ് എന്ന് അറിയണം. അത് വില കൊടുത്ത് വാങ്ങണം. ഇനി വസ്ത്രം വില കൊടുത്ത് വാങ്ങണം. ഒരിക്കൽ ദൈവകൃപയാൽ ഭാഗ്യവശാൽ നമുക്ക് നീതിന വസ്ത്രം കർത്താവ് സൗജന്യമായി തന്നിരുന്നു, ദാനമായി തന്നിരുന്നു, കൃപ. എന്നാൽ ഇനി വില കൊടുത്ത് വാങ്ങണം. അപ്പൻ്റെ വീട്ടിൽ ജനിച്ച മോനായിരുന്നു ആ ഇളയ മകൻ, ധൂർത്തപുത്രൻ. അപ്പൻ്റെ വീട്ടിൽ ജനിച്ചതാണ്, അപ്പൻ്റെ കൂടെ ജീവിച്ചതാണ്, അപ്പൻ്റെ വയലിൽ ജോലി ചെയ്ത് പരിശീലിച്ചവനാണ്, അപ്പൻ്റെ വേലക്കാരോടൊത്ത് ജോലി ചെയ്തവനാണ്, അപ്പൻ്റെ വീടിൻ്റെ ഉടമസ്ഥനായി തന്നെ നിന്നവനാണ്. പക്ഷേ അവന് കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം നിസ്സാരമെന്ന് പരിഗണിച്ച് അവനങ്ങ് ദൂരദേശത്തേക്ക് അവൻ യാത്രയായി. പിന്നെ അവനെ കാണുന്നത് മുഷിഞ്ഞ് കീറി നാറിയ വസ്ത്രത്തോട് മടങ്ങി വരുന്നതാണ്. എന്താണ് അവൻ വില കൊടുത്തത്? വില കൊടുത്തത് എന്താണ്? അവൻ വില കൊടുത്തത് അവൻ്റെ കണ്ണീരാണ്, അവൻ്റെ ഏങ്ങലടികളാണ്, അവൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളാണ്. എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ഓരോ ചുവട് അപ്പൻ്റെ വീട്ടിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും അവൻ സംഭവിച്ചത് നഷ്ടത്തിൻ്റെ വലിയ കണക്കുകളാണ്. നഷ്ടം, എല്ലാം നഷ്ടം. ഉണ്ടായിരുന്ന സമ്പത്തെല്ലാം കളഞ്ഞു, എല്ലാം ചെലവഴിച്ചു. ദിവസം പറയുന്നത് എല്ലാം ചെലവഴിച്ചു എന്നാണ്. എല്ലാം ചെലവഴിച്ച ശേഷം ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവൻ മുട്ടുവന്നു തുടങ്ങി. എല്ലാം ചെലവഴിച്ചു. അപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായ സ്വത്തെല്ലാം നശിപ്പിച്ച് അവൻ നാനായുധമാക്കി കളഞ്ഞ് ഏറ്റവും ഹീനമായി ജീവിച്ച് ജീർണതയുള്ളൊരു ജീവിതം നയിച്ച് അവനെല്ലാം നശിപ്പിച്ചു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് വില കൊടുത്തത്? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താണ് വില കൊടുത്തത്? അവന് പുതിയ വസ്ത്രം കിട്ടി. അവൻ്റെ നഗ്നത മാറാൻ പുതിയ വസ്ത്രം അവന് കിട്ടി. എന്താണ് വില കൊടുത്തത്? അവൻ കൊടുത്ത വില അനുതാപത്തിൻ്റെ വിലയാണ്. അനുതാപം. അതേ നമുക്ക് വഴിയുള്ളൂ. വസ്ത്രം തിരികെ കിട്ടണമോ? അനുതാപത്തിൻ്റെ ആ കണ്ണീരെ ഒഴിച്ചു കൊള്ളുക. വിതുമ്പി ഏകാന്തത്തിൽ ഇരുന്ന് കരഞ്ഞുകൊള്ളുക. ഞാൻ ആരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് കരഞ്ഞുകൊള്ളുക. എൻ്റെ സ്വന്തം അവസ്ഥ എന്തായെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കരഞ്ഞുകൊള്ളുക. എൻ്റെ സ്വന്തം അവസ്ഥ എത്രയോ ബലഹീനവും എത്രയോ ദരിദ്രവുമാണ് എൻ്റെ അവസ്ഥ. എത്രയോ ഹീനവും എത്രയോ മ്ലേച്ഛവുമാണ് എൻ്റെ അവസ്ഥ. എൻ്റെ തനതായ അവസ്ഥ അറിയണം. എൻ്റെ ഹൃദയം പുറമേ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഉണ്ടല്ലോ. ഞാൻ യോഗത്തിന് വരുന്നു, പ്രാർത്ഥിക്കുന്നു, വേദപുസ്തകം വായിക്കുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ ഹൃദയത്തിൻ്റെ അവസ്ഥ ഇന്നും ഒരിക്കലും താഴാത്തൊരു ഹൃദയം എനിക്കുണ്ട് എന്ന് അറിയണം. താഴുകയില്ല. പുറമേ താഴും, പുറമേ താഴ്മയുണ്ട്, പുറമേ വിനയഭാവിക്കും, പുറമേ നല്ല എളിമയോടെ നിൽക്കും, കുഴപ്പമില്ല. പക്ഷേ ഇന്നും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരി ഇരിക്കുന്നുണ്ട്. ഇത് നാം അറിയണം. വേറെ ആരും പറഞ്ഞറിയല്ല വേണ്ട, ഞാൻ അറിയണം. എൻ്റെ ഉള്ളിൽ എന്താണ് എൻ്റെ അവസ്ഥ.
എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? ദൈവത്തിന് സ്തോത്രം. എനിക്ക് ചില തന്നിഷ്ടങ്ങളില്ലേ? എനിക്ക് ചില സ്വന്തം അഭിപ്രായങ്ങളില്ലേ? മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വഴങ്ങാൻ എനിക്ക് മനസ്സുണ്ടോ? അഥവാ ഞാൻ വഴങ്ങുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണ സന്തോഷത്തോടെയാണ് വഴങ്ങുന്നത്? ഇതൊക്കെ ചിന്തിക്കണം, ചിന്തിച്ച് നോക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ ഈ ധരിച്ചു വച്ചിരിക്കുന്നത് പോലെയൊന്നും ഞാൻ രൂപാന്തരം പ്രാപിച്ചിട്ടില്ല. എനിക്ക് ഇപ്പോഴും ഞാൻ നഗ്നനാണ്. വളരെ കീറി നാറിയ വസ്ത്രം, മുഷിഞ്ഞ് നാറിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഈ പാവം ചെറുപ്പക്കാരൻ വരുന്നത്. പന്നിയുടെ കൂടെ ജീവിച്ച് പന്നിയുടെ തവിട് പന്നി തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് വാരിയെടുക്കാൻ ആഗ്രഹിച്ച് അതുപോലും കിട്ടാതെ വിശന്ന് പൊരിഞ്ഞ് അവൻ സുബോധം പ്രാപിക്കുന്നു. അപ്പൻ്റെ വീടിനെക്കുറിച്ച് ഓർക്കുന്നു, അപ്പനെക്കുറിച്ച് ഓർക്കുന്നു, അപ്പൻ്റെ വേലക്കാരെക്കുറിച്ച് ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു സുബോധമാണ് നമുക്ക് വരേണ്ടത്. സുബോധം വരണം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്ഷാമം വരുന്നത് നല്ലതാണ്, രോഗം വരുന്നത് നല്ലതാണ്, ചില ആപത്തുകൾ വരുന്നത് നല്ലതാണ്, ചില കഷ്ടങ്ങൾ വരുന്നത് നല്ലതാണ്, ചില നഷ്ടങ്ങൾ വരുന്നത് നല്ലതാണ്. നോക്കൂ, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ചില കഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നതുകൊണ്ടല്ലേ നിങ്ങൾ സത്യവചനം കേൾക്കാൻ ഇടയായത്? നിങ്ങൾ വരുമായിരുന്നില്ല, നിങ്ങൾ വചനം കേൾക്കുകയില്ലായിരുന്നു, ആത്മാവ് രക്ഷപ്പെടില്ലായിരുന്നു. ഇത് ഭാഗ്യവശാൽ ചില കഷ്ടങ്ങളോ ചില നഷ്ടങ്ങളോ ചില ആകുലങ്ങളോ ചില ഭാരങ്ങളോ നിങ്ങൾക്ക് വന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹൃദയത്തിൽ ആവശ്യമുള്ളവരായി മാറി, ആവശ്യക്കാരനായി മാറി. കർത്താവേ, എനിക്ക് വേറെ ഗതിയില്ലല്ലോ എന്നുള്ള നിലവിളി വന്നു. വേറെ ഗതിയില്ലല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള നിലവിളി, എനിക്ക് താങ്ങാൻ ആരുമില്ലല്ലോ എന്നുള്ള നിലവിളി. ആ ഒരു അഗതിത്വ ബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? അഗതിയായി എന്നുള്ള ബോധം, ഒരു വിധത്തിൽ ഗതിയില്ല എന്നുള്ള ബോധം, അഗതിത്വ ബോധം. അത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴാം, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. ഇന്ന് ജീവിതവസ്ത്രം മുഷിഞ്ഞിരിക്കുന്നറിയുക, വസ്ത്രം കീറിപ്പോയി എന്നറിയുക, നഗ്നത ഇന്ന് ലജ്ജാവഹമായി നിൽക്കുന്നറിയുക. ഇതറിഞ്ഞ് എൻ്റെ കർത്താവേ, നിത്യതയിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ പൂർണ്ണ നഗ്നനായി ഇവിടെ നിൽക്കുമല്ലോ, തനതായ അവസ്ഥയോട് വെളിപ്പെടുമല്ലോ, എൻ്റെ ശരിയായ സ്വഭാവത്തോട് വെളിപ്പെടുമല്ലോ. ഇതറിഞ്ഞ് നാം മനം തിരിയുമ്പോഴാണ് യഥാർത്ഥമായ അനുതാപത്തിൻ്റെ കണ്ണീരൊഴുകുന്നത്. ഈ അനുതാപത്തിൻ്റെ കണ്ണീരോടുകൂടി അവൻ തിരിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗ്ഗത്തോടും പാപം ചെയ്തു പോയി, നിൻ്റെ മകനെന്ന പേരിന് യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാരനെ പോലെ നീ എന്നെ കൈക്കൊള്ളണമേ, കൂലിക്കാരനെ പോലെ എന്നെ ആക്കണമേ. ദൈവത്തിന് സ്തോത്രം. അവനങ്ങനെ പറയുന്നിടത്ത് അവൻ്റെ ഹൃദയത്തിൻ്റെ തകർച്ചയിൽ നിന്നാണ് പറയുന്നത്. അവൻ ഭാവിച്ചെന്ന് അഭിനയിച്ച് പറയുന്നതല്ല, സത്യാവസ്ഥ മനസ്സിലായി. ഒരു കൂലിക്കാരനായി പോലും എൻ്റെ വീട്ടിൽ നിൽക്കാൻ ഈ യോഗ്യതയില്ല എന്നുള്ള എളിമ. പലപ്പോഴും പ്രിയപ്പെട്ടവർ നമുക്കത് വരുന്നില്ല. ആ എളിമ വന്നാൽ രക്ഷപ്പെട്ടു. കർത്താവേ, നിൻ്റെ വേലക്കാരനായി നിൽക്കാൻ ഈ യോഗ്യതയില്ല. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് പറയുന്നു പ്രിയപ്പെട്ടവരെ? ഞാൻ പലപ്പോഴും ദൈവത്തിൽ നിന്ന് പറയാറുണ്ട്, കർത്താവേ, എൻ്റെ തീയുടെ വചനം അവരുടെ എനിക്ക് അർഹതയില്ല, നിൻ്റെ അഗ്നിയുടെ വചനം തൊടാൻ എനിക്ക് യോഗ്യതയില്ല. കർത്താവേ, നിൻ്റെ വചനം തീയാണ്, ഈ വചനം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, എനിക്ക് തൊടാൻ യോഗ്യതയില്ല. കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ ആളത്വമായി ഇറങ്ങി വന്ന് എന്നെ നീ വിശുദ്ധീകരിക്കണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എന്നിട്ട് കർത്താവേ, നിൻ്റെ ആ സ്വർഗത്തിൻ്റെ തീക്കനൽ എൻ്റെ നാവിന്മേൽ തൊടുവിച്ച്, എൻ്റെ ചുണ്ടിന്മേൽ തീക്കനൽ തൊടുവിച്ച് തിരുരക്തം പുരട്ടി തിരുവചനം തന്ന് എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഞാൻ പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിലത് പറയാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കൂ. അങ്ങനെ എളിമപ്പെട്ട് വരുമ്പോഴാണ്, അപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത്. എളിമപ്പെടുന്തോറും ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. എളിമ വരുമ്പോൾ ഞാൻ ഒന്നുമല്ല എന്നുള്ള ആ ഒരു നത്തിങ്നെസ്, ഒന്നുമില്ലായ്മ നമുക്ക് ബോധ്യപ്പെടുമ്പോൾ അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കും. അപ്പോഴാണ് നമുക്ക് മേൽത്തരം വസ്ത്രം കിട്ടുന്നത്. വേഗം മേൽത്തരമായ അങ്കി കൊണ്ടൊന്നും തന്നെ ധരിപ്പിപ്പീൻ. മേൽത്തരമായ അങ്കി കൊണ്ടും ധരിക്കും. മേൽത്തരമായ അങ്കി. സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മേൽത്തരം അങ്കി വാങ്ങാം, കർത്താവിൽ നിന്ന് വാങ്ങിയെടുക്കാം. വേറെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കണമെന്നില്ല കേട്ടോ. കർത്താവിന് സ്തോത്രം. വേറെ സമയത്തേക്ക് മാറ്റി വയ്ക്കണ്ട. ഈ മേൽത്തരം അങ്കി നിങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി, നിങ്ങളുടെ ജീവിതത്തിലെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കളങ്കങ്ങളും മാറ്റി, എൻ്റെ കർത്താവെ എല്ലാം മാറ്റി നിങ്ങളെ ഈ തേജോ വസ്ത്രം ധരിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. മഹിമാവിൻ നീരാളം ചാർത്തിത്തരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധമായ നീതി വസ്ത്രം ധരിപ്പിക്കാൻ
കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഒന്നേ ഒന്ന് മാത്രം, വേറെ ഒന്നും വേണ്ട. കർത്താവേ, ഇതുവരെ ഞാൻ നേടിയതെന്ന് ധരിച്ചതെല്ലാം വ്യർത്ഥം. ഇതുവരെ നേടിയെന്ന് എനിക്ക് ധരിച്ചതെല്ലാം വ്യർത്ഥം. ഞാൻ ഒന്നും നേടിയില്ല. കർത്താവെ, എനിക്കുണ്ടായെന്ന് ഞാൻ ധരിച്ചതെല്ലാം വ്യർത്ഥം. എൻ്റെ കർത്താവെ, ഞാൻ ദരിദ്രനാണ്, ഞാൻ നിസ്സാരനാണ്, ഞാൻ നഗ്നനാണ്, ഞാൻ ലജ്ജിതനാണ്. കർത്താവെ, നിൻ്റെ കരുണയിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ഇപ്പോൾ ഞാനിതാ തിരുമുമ്പാകെ വരികയാണ്. എന്നോട് നീ മനസ്സിലാക്കണം. എൻ്റെ തലമേൽ ദർക്കരം ഒന്ന് വയ്ക്കണം കർത്താവെ. എന്നെ നീ തൊടണമേ കർത്താവെ. നീ കടന്നു പോകുന്നതിന് മുൻപ് യേശുവെ, ഇന്ന് എന്നെ ഈ പുതിയ വസ്ത്രം ധരിപ്പിച്ചിട്ടേ വിടാവൂ കർത്താവെ. പുതിയ വസ്ത്രം മനുഷ്യർ കാണുകയില്ല, മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. എൻ്റെ കർത്താവെ, നീ എന്നെ പുതുവസ്ത്രം ധരിപ്പിച്ച്, മേൽത്തരമങ്കി ധരിപ്പിച്ച്, എൻ്റെ കർത്താവെ, എൻ്റെ തിരുവേശയെങ്കിലേക്ക് ആനയിച്ച് അനുഗ്രഹിച്ച് കർത്താവെ, നീ എന്നെ എന്ന് പറഞ്ഞു വിടണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. നിത്യരാജാധിരാജനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, അവിടുത്തെ പാതപിടുത്തിലേക്ക് വരുവാൻ ഞങ്ങളെ ആനയിച്ചതിനായി സ്തോത്രം. തിരുവചനത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ മേലെ ഉദിപ്പിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും തഴുകുന്നതിനായി സ്തോത്രം. അപ്പോൾ ഭാരത്തോടും സങ്കടത്തോടും വേവലാതിയോടുകൂടി വന്നിരിക്കുന്ന അനേകരുണ്ടല്ലോ കർത്താവെ. മനസ്സ് ചഞ്ചലപ്പെട്ട് വിഷമിച്ചിരിക്കുന്നവരുണ്ടല്ലോ കർത്താവെ. ഭയവും ഭീതിയുമായി മനസ്സ് ആകുലപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ കർത്താവെ. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, ഭാരങ്ങൾ അകറ്റണമേ, സമാധാനം നൽകണമേ, കുടുംബശാന്തി നൽകണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.